അപ്പം മാലിക്കിൽ വന്ന് അഭിനയിക്കാനായിട്ട് മഹേഷ് നാരായണൻ എന്നെ വിളിക്കുമ്പോൾ ഞാൻ സന്തോഷിച്ചത് എന്താ വെച്ചാൽ അമ്മുവിനൊരു പടമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് അത് ചേച്ചിക്കൊരു റോൾ. അപ്പം ഞാൻ വെച്ചാൽ എനിക്കാണോ? ഓ ശരി പറയൂ എന്താണ്. അപ്പം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് പുള്ളി സ്ക്രിപ്റ്റ് കൊണ്ട് തന്നു. അപ്പോഴാണ് ആദ്യമായിട്ട് ഞാനൊരു സ്ക്രിപ്റ്റ് കയ്യിൽ വെച്ച് വായിക്കുന്നത്. വെച്ചാൽ യവനികയൊക്കെ എത്ര പ്രാവശ്യം ഞങ്ങൾ കണ്ടതാണ്. ഞങ്ങൾക്കൊക്കെ നമ്മൾ പടം തുടങ്ങുന്ന സമയത്ത് ഈ യവനികയെ പോലുള്ള സിനിമകളാണ് ഞങ്ങളെ സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലേക്ക്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് വളരെ വളരെ പ്രൗഡായിട്ടുള്ളൊരു മൊമെൻ്റാണ്. വിളിച്ചേട്ടനുള്ളൊരു ലൊക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ചിരി ഒഴിഞ്ഞിട്ട് നേരമില്ലല്ലോ അത്രയും. അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ മലയാള സിനിമയുടെ ഒരു വലിയൊരു മിസ്സിങ് ഫാക്ടറാണ് ഇപ്പം അമ്പിളിച്ചേട്ടൻ എന്ന് പറയുന്നത്. അപ്പോൾ രോഹിണി എന്നെ കണ്ടപ്പോൾ ഒരു പ്രാവശ്യം ഐ എം വെരി ജെലസ് ഓഫ് യു ജലജ്. അപ്പോൾ ഞാൻ ചോദിച്ചു വാട്ട് ഹാപ്പൻഡ്, ഞാൻ എന്ത് ചെയ്തു നിനക്ക് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ജലസി വരാനായിട്ട്. അപ്പം എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ദൈവം ഒന്നേ തന്നുള്ളൂ. പക്ഷെ അതിനും ഞാൻ നന്ദിയുള്ളതാണ്, ഒന്നെങ്കിലും തന്നല്ലോ. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സിർ അമൃത്വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. അതേപോലെ അക്കാലത്ത് വളരെയേറെ സ്ക്രീൻ സ്പേസ് പങ്കിട്ട ഒരു നടൻ സുകുമാരൻ ചേട്ടനാണ്. അതെ, സുഖേട്ടനായിട്ട് അതേമായിട്ടുള്ള നല്ല ഓർമ്മകളുണ്ടോ സുഖേട്ടനായിട്ട്? ഞാൻ ആദ്യം അദ്ദേഹത്തെ കാണുന്ന രാധ എന്ന പെൺകുട്ടിയിലാണ്. പിന്നെയാണ് കുറേ പടങ്ങൾ ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ ചേട്ടൻ്റെ കൂടെ നിൽക്കുമ്പോഴാണെങ്കിലും നമുക്കൊരു ആ സീനിയർ ആ ഒരു കുറച്ചൊരു എന്താണ് നമുക്ക് ബഹുമാനം ആ ഒരു ഇതാണ്. മറ്റേ വേണുചേട്ടന്മാരാകുമ്പോൾ ഒരു കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആണ്. ഈ ചേട്ടനാണെങ്കിലും നമ്മുടെ നല്ല ഇതാണ്, എനിക്ക് നല്ല സപ്പോർട്ടാണ്, പടങ്ങളൊക്കെ അഭിനയിച്ചത് നല്ല ഇതാണ്. കൂടെ നമുക്ക് സീനിയറായിട്ട് ആണെങ്കിലും ഒരു ജൂനിയർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പുതിയ ആളെന്നുള്ളൊരു ആ ഒരു വ്യത്യാസമൊന്നും എനിക്ക് ആരുമായിട്ടും ഫീൽഡിൽ എല്ലാ കാലത്തും നോട്ടിഫൈ ചെയ്തിരുന്നത് ഡയലോഗ് ഡെലിവറിയാണ്. സജഷൻ അതെന്തെങ്കിലും ഇപ്പം നമ്മൾ ഒന്നാമത്തെ നമുക്ക് ടെൻഷനാണ്. ഇവരുടെ കൂടെ നമ്മൾ നിൽക്കുമ്പോൾ ഇത്രയും അവരുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പിടിച്ച് നിൽക്കണമല്ലോ. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ ചേട്ടൻ അത് ഇത് ഇവിടെ ഒരു ഇച്ചിരി ഗ്യാപ്പ് ഇട്ടിട്ട് പറയൂ, അല്ലെങ്കിൽ നമ്മൾ പറയുമ്പം ഇങ്ങനെയൊക്കെയാണെന്നുള്ള ആ ഒരു നമുക്ക് സജഷൻസ് തന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മലയാളത്തിലെ എക്കാലത്തെയും ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ എന്ന് പറയുന്നത് യവനികയാണ്. തീർച്ചയായിട്ടും എക്കാലത്തെയും അതൊരു സ്ഥാനമാറ്റമില്ല. ഇനി എത്ര സിനിമകളിലേക്ക് വന്നാലും ഒരു ഐക്കോണിക് ഫിലിം തന്നെയാണ്. അതെ, എന്താ വെച്ചാൽ ഇപ്പോൾ ഉള്ള ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത്രയും വർഷത്തിന് ശേഷം ചെയ്യുന്ന ഒരു പടമായിരുന്നു മാലിക്. അപ്പം മാലിക്കിൽ വന്ന് അഭിനയിക്കാനായിട്ട് മഹേഷ് നാരായണൻ എന്നെ വിളിക്കുമ്പോൾ ഞാൻ സന്തോഷിച്ചത് എന്താ വെച്ചാൽ അമ്മുവിനൊരു പടമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താ വെച്ചാൽ ഞാനിപ്പോൾ എൻ്റെ അഭിനയം ഇത്രയും നല്ല പടങ്ങൾ ചെയ്തു, നല്ലൊരു ഇതുണ്ടല്ലോ. അപ്പോൾ ഇനി മോൾക്കാണ് അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം. അപ്പോൾ അവൾ അഭിനയിച്ചോട്ടെ എന്നുള്ള ഇതിലാണ്. അപ്പം വിളിച്ചപ്പം പറഞ്ഞു, ഞാൻ ചോദിച്ചോ ദേവിക്കാണ്. അല്ല ചേച്ചി അത് ചേച്ചിക്കൊരു റോൾ. അപ്പം ഞാൻ ചോദിച്ചു എനിക്കാണോ? ഓ ശരി പറയൂ എന്താണ്. അപ്പം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് പുള്ളി സ്ക്രിപ്റ്റ് കൊണ്ട് തന്നു. അപ്പോഴാണ് ആദ്യമായിട്ട് ഞാനൊരു സ്ക്രിപ്റ്റ് കയ്യിൽ വെച്ച് വായിക്കുന്നത്. വെച്ചാൽ നമ്മുടെ കാലത്ത് ഇല്ല, നമുക്ക് കഥ നമ്മുടെ അടുത്ത് പറയും, ക്യാരക്ടർ പറയും, നമ്മൾ പോകുന്നു അഭിനയിക്കുന്നു. ആ സമയത്ത് അസിസ്റ്റൻറ്റ് ഡയറക്ടർ, അസോസിയേറ്റ് ഡയറക്ടർ നമുക്ക് ഡയലോഗ്സ് ഒക്കെ പറയുന്നു. അപ്പോൾ ഇത് വന്നപ്പോഴത്തേക്കും സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇതെനിക്ക് പറ്റുമോ എന്തോ എങ്ങനെയാണെന്നുള്ള അറിയില്ല. ഇത്രയും ഒരു മെച്യൂർഡ് ആയിട്ടും അത് എനിക്ക് ഇത്രയും നാൾ ചെയ്യാതിരുന്നപ്പോഴത്തേക്കും എനിക്ക് തന്നെ ഒരു ഇതുണ്ട്, ഇല്ല ചേച്ചി തന്നെ ചെയ്യണമെന്ന്. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ മഹേഷിൻ്റെ അടുത്ത് ഒരു അപ്രീഷിയേറ്റ് ചെയ്യുന്നു, എന്നെ തിരിച്ച് ഇങ്ങനെ ഒരു റോള് തന്ന് എന്നെ വീണ്ടും ക്ഷണിച്ചതിന്. അത് പുള്ളിയുടെ നിർബന്ധം കാരണമാണ് ഞാൻ അഭിനയിച്ചത്. അല്ലെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് ഇത് പറ്റുമോ ഇല്ലയോ അങ്ങനെ ഒന്ന് മടിച്ച് നിൽക്കുകയായിരുന്നു. പക്ഷെ പുള്ളിയുടെ സ്നേഹസമൃദ്ധമായ ഒരു നിർബന്ധം കൊണ്ട് അത് ചെയ്തതിലും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എന്ന് വെച്ചാൽ അപ്പം അങ്ങനെ പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് ചേച്ചി ഇതിലൊരു ചെറിയൊരു വേഷമുണ്ട്, ചേച്ചിക്ക് വിരോധമില്ലെങ്കിൽ മോളെ കൊണ്ട് ചെയ്യാം. അപ്പം ഞാൻ അങ്ങനെ അമ്മുവിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അമ്മു ഇങ്ങനെ ഫിലിംസിന് വെയിറ്റ് ചെയ്യുകയാണ് നല്ലത് എന്തെങ്കിലും കിട്ടുമ്പോൾ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു ചെറുതാണെങ്കിലും ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ അമ്മയുടെ ചെറുപ്പമായിട്ട് ഇനി എനിക്ക് അങ്ങനെ ഒരു റോള് കിട്ടണം എന്നില്ല, അതും ഒരു ഭാഗ്യമല്ലേ. അപ്പം എൻ്റെ ചെറുപ്പമല്ലേ ചെയ്യുന്നത്. അപ്പം പറഞ്ഞു അത് ചെയ്യാമല്ലോ, അതുമല്ല മഹേഷിനെ പോലെ ഒരു ഡയറക്ടറല്ലേ. അങ്ങനെയാണ് അമ്മു ആദ്യമായിട്ട് മുഖം കാണിക്കുന്നത്. അതും അവളുടെ ആദ്യത്തെ പടത്തിൽ അവൾക്ക് ഒറ്റ ഡയലോഗില്ല, വോയിസ് ഓവറാണ്, എൻ്റെ വോയിസാണ് വോയിസ് ഓവറായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഓരോ സാമ്യങ്ങൾ പിന്നെ ഇത് വന്നപ്പോഴാണ് പെട്ടെന്ന് മാലിക്കിലേക്ക് വന്നത്.
ഇതുമായിട്ട് കണക്ട് ചെയ്ത് എന്തെങ്കിലും കാര്യം ഉണ്ടായോ നമ്മുടെ യവനികയുമായിട്ട്? യവനികയായിട്ടെന്ന് പറയാം, യവനിക അപ്പം ഈ മഹേഷ് വന്നപ്പം പറഞ്ഞ് ചേച്ചി തന്നെ ഇത് ചെയ്യണം എന്നുള്ള ഇതിൽ പറഞ്ഞപ്പോഴത്തേക്കും പറയാം, ചേച്ചി യവനികയൊക്കെ എത്ര പ്രാവശ്യം ഞങ്ങൾ കണ്ടതാണ്. ഞങ്ങൾക്കൊക്കെ നമ്മൾ പടം തുടങ്ങുന്ന സമയത്ത് ഈ യവനികയെ പോലുള്ള സിനിമകളാണ് ഞങ്ങളെ സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലേക്ക്. അതുപോലെ തന്നെ നിമിഷ അതിൽ അഭിനയിച്ച യവനികയൊക്കെ കണ്ട് എത്ര ഈ പടങ്ങൾ എത്ര പ്രാവശ്യം ഞങ്ങളുടെ ഇതൊക്കെ പറയും, യവനികയൊക്കെയാണ് നിങ്ങൾ കാണേണ്ടത്, നിങ്ങൾ സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കും ഈ പടങ്ങളൊക്കെ കണ്ടിട്ട് വേണം വരാൻ. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് വളരെ വളരെ പ്രൗഡായിട്ടുള്ളൊരു മൊമെൻ്റാണ്. എന്താ വെച്ചാൽ നമ്മൾ അഭിനയിച്ചൊരു പടം അതിന് ഇത്രയും ഇമ്പോർട്ടൻസ് അന്ന് അഭിനയിക്കുന്ന നേരത്തെ നമുക്ക് അങ്ങനെ അറിയില്ല. അത് പടം ഇറങ്ങി നന്നായിട്ട് ഓടുകയും ചെയ്തു. അപ്പം നമുക്ക് സന്തോഷമാണ്. യവനിക ഇത്രയും കാലത്തിന് ശേഷം ഇപ്പോഴും അതിന് ആ ഒരു എന്താണ് ഇതും മാറാതെ ആ ഒരു സ്ഥാനം, എവർഗ്രീൻ എന്നുള്ള ഇതിലും ആ സ്ഥാനം ഇപ്പോഴും ഉണ്ടെന്ന് അറിയുമ്പോഴത്തേക്കും അതിൽ അഭിനയിച്ച എല്ലാവർക്കും അല്ലെ കാസ്റ്റിംഗും അത്രയും പെർഫെക്റ്റ് ആയിരുന്നല്ലോ. അതിനകത്ത് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവാണ് ശരിക്കും, നെഗറ്റീവ് റോളാണ് ശരിക്കും അല്ലേ വേണുചേട്ടന്റെയും ഇതിന് നെഗറ്റീവ് റോളാണ്. അപ്പം അങ്ങനെ ഒരു നെഗറ്റീവ് റോളാണെന്ന് അറിഞ്ഞുകൊണ്ട് അന്നൊരു ഭയം ഉണ്ടായിരുന്നു, ഇത് സ്വീകരിക്കണോ ഇങ്ങനെ നെഗറ്റീവ് ഷെയ്ഡാണ്. പക്ഷെ ആ സമയത്ത് അങ്ങനെയുള്ളൊരു ഈ പറഞ്ഞ പോലെ എല്ലാം എനിക്ക് കിട്ടിയിരിക്കുന്ന ഈ പറഞ്ഞ പോലെ കൂടുതലും ദുഃഖ കഥാപാത്രങ്ങളാണെങ്കിൽ ഇതും ശരിക്കും പറയുവാണെങ്കിൽ ദുഃഖ കഥാപാത്രം ആണെങ്കിലും പക്ഷെ അതിൽ നമ്മുടെ സാഹചര്യം നമ്മളെ അങ്ങനെ ഒരു കൊലയ്ക്ക് പ്രേരിപ്പിക്കുവാണല്ലോ, അല്ലാതെ നമ്മൾ ഒരു കൊലയാളി എന്നുള്ള ഇതല്ലല്ലോ. സോ ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഇപ്പോൾ ഓഡിയൻസ് കാണുമ്പോഴേ ആ കുട്ടി ഇതെന്തുകൊണ്ട് നേരത്തെ ചെയ്തില്ലെന്നേ തോന്നുള്ളൂ, അല്ലാതെ അയ്യോ ആ പെണ്ണി ഇത് ചെയ്തല്ലോ എന്ന് ആരും പറയുന്നില്ല. അപ്പം അങ്ങനത്തെ ഒരു ക്യാരക്ടറാണല്ലോ. അപ്പോൾ അതിൽ ഓരോ ക്യാരക്ടേഴ്സും ഞങ്ങൾക്ക് ശരിക്കും പറയാൻ എൻജോയ് ചെയ്തൊരു ഷൂട്ടിങ്ങാണ് അത്. എന്ന് വെച്ചാൽ ജഗതി ചേട്ടനാണെങ്കിൽ അതിൽ ഞങ്ങൾക്ക് ത്രൂ ഔട്ട് ചില ദിവസം ഷൂട്ടിംഗ് എന്ന് വെച്ചാൽ ഞങ്ങൾ പകൽ മുഴുവൻ ഡ്രാമ ഷൂട്ട് ചെയ്തിട്ട് നൈറ്റായിരിക്കും മമ്മൂക്ക വന്ന് കൊച്ചിയിൽ നിന്ന് വരും, വേറെ ഒരു ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് പുള്ളി വരുമ്പോഴത്തേക്കും രാവിലെ വരെ പുള്ളി ഷൂട്ട് ചെയ്തിട്ട് പുള്ളി പാവം പോവും, ഞങ്ങൾ വീണ്ടും അടുത്ത ദിവസം തുടങ്ങും. അപ്പോൾ ഞങ്ങൾക്ക് ഒരു 24 hours സൈക്കിളിലായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതൊക്കെ എല്ലാവരും ഒരു കൂട്ടായ്മ, ഒരു വലിയ ഫാമിലി പോലെ തന്നെ നല്ലൊരു രസമുള്ള ഒരു ഇതായിരുന്നു. തീർച്ച കുറേ പടങ്ങൾ എന്താ വെച്ചാൽ അമ്പിളിച്ചേട്ടനുള്ളൊരു ലൊക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ചിരി ഒഴിഞ്ഞിട്ട് നേരമില്ലല്ലോ അത്രയും. അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ മലയാള സിനിമയുടെ ഒരു വലിയൊരു മിസ്സിങ് ഫാക്ടറാണ് ഇപ്പം അമ്പിളിച്ചേട്ടൻ എന്ന് പറയുന്നത്. എൻ്റെ മോളുടെ ആണെങ്കിൽ പറയും ആര് ചോദിച്ചാലും അവൾ പറയുന്നത് കുഞ്ഞിലെ മുതൽ പടം കണ്ട് അതിൽ ഡയലോഗ്സ്. അപ്പം മോള്, എൻ്റെ ഒരു ബ്രദറ്, ഒരു സിസ്റ്റർ, ഇവർ 3 പേരും ഇതെന്തെങ്കിലും പടം ഡയലോഗ്സ് വെച്ചാൽ അമ്പിളിച്ചേട്ടൻ്റെ ഡയലോഗ്സ് കേൾക്കുകയാണെങ്കിൽ ഉടനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിച്ചിട്ട് ഞാനിപ്പോൾ യോദ്ധ കണ്ടു, അപ്പോൾ അതിലെ ഡയലോഗ് ഉടനെ അശോകന് ക്ഷീണമാകാം, അങ്ങനെയൊക്കെ ഉള്ള ഡയലോഗ്സ് ഭയങ്കര ഇതാണ്. അപ്പോൾ എന്ത് പറയുകയാണെങ്കിലും പറയും ചേട്ടൻ്റെ ഡയലോഗ്സും പടങ്ങളും നമുക്ക് ഒരിക്കലും കിലുക്കത്തിലെ കോഴീൻ്റെ മണം എന്താണ് അതിൻ്റെ മണം എന്നൊക്കെ പറയണം, അങ്ങനെയുള്ള ഡയലോഗ്സ് എനിക്കങ്ങനെ പടം കണ്ടു അതെല്ലാം നല്ല ഓർമ്മയുണ്ടെങ്കിലും എനിക്കങ്ങനെ ഡയലോഗ്സ് ഒന്നും അത്ര ഒരു ഇതില്ല, ഓർമ്മയുടെ അല്ല നമ്മളങ്ങനെ അതൊരു ഇതില്ല. പക്ഷെ ഇവർക്ക് 3 പേർക്ക് ഓരോ ഡയലോഗും ഭയങ്കര ഇതായിട്ട് അവർ പറയും. അപ്പം അത്രത്തോളം അവരെ അത് മീൻസ് നമ്മളെല്ലാം അമ്പിളിച്ചേട്ടൻ്റെ ഓരോ ക്യാരക്ടേഴ്സ് മറ്റേ എന്താണ് ഉദയനാണ് താരം അങ്ങനെ ഇട്ടിട്ടുള്ള ഇത്. അപ്പോൾ ആ ഓരോ ഇതും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ക്യാരക്ടേഴ്സാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പുള്ളിയുടെ കൂടെ അഭിനയിക്കാനുള്ള ഭാഗ്യം അതെ എത്രയോ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. സത്യേട്ടൻ്റെ പടങ്ങൾ ഞങ്ങൾ മണ്ടന്മാർ ലണ്ടനിൽ ഒരു പടം, അതെൻ്റെ അമ്മു ആദ്യം കാണുന്ന പടമാണ്. അപ്പം അമ്മയുടെ ഒരേ ഒരു കോമഡി പടം ചിരിക്കുന്ന ഒരു പടം കണ്ടത് അതാണ്, ബാക്കിയെല്ലാം കരച്ചിലേ ഉള്ളൂ അമ്മയ്ക്കെന്ന് പറഞ്ഞിട്ട്. അപ്പം അതും ഞങ്ങൾ ഈ പറഞ്ഞ പോലെ UK പോയിട്ട് നല്ലപോലെ എൻജോയ് ചെയ്ത് ഒരു പടമായിരുന്നു. അങ്ങനെ ഡയറക്ടേഴ്സിൻ്റെ ഈ പറയുവാണെങ്കിൽ എല്ലാ ജോണറും ഞാൻ ചെയ്തിട്ടുണ്ട്, അങ്ങേറ്റത്തെ എക്സ്ട്രീമും ഇങ്ങേറ്റത്തെയും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു മഹാഭാഗ്യം തന്നെ. അപ്പോൾ രോഹിണി എന്നെ കണ്ടപ്പോൾ ഒരു ഐ എം വെരി ജെലസ് ഓഫ് യു ജലജ. അപ്പം ഞാൻ ചോദിച്ചു വാട്ട് ഹാപ്പൻഡ്, ഞാൻ എന്ത് ചെയ്തു നിനക്ക് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ജലസി വരാനായിട്ട്? നോ യു ഗോട്ട് ടു ആക്ട് വിത്ത് ഓൾ ദീസ് ഗ്രേറ്റ് ഡയറക്ടേഴ്സ്. ഞാൻ പറഞ്ഞു അത് ശരിയാണ്, അതെന്തോ ഒരു നിമിത്തം, എൻ്റെ ഒരു മഹാഭാഗ്യം എന്നേ ഞാൻ പറയുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പറയത്തില്ലേ കറക്റ്റ് ടൈമിൽ കറക്റ്റ് സമയത്ത് എല്ലാം കറക്റ്റായിട്ട്. അല്ല സത്യമാണ്, കാരണം ആ സമയത്ത് കുറച്ച് ഈ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു സമയമാണ്. അല്ല എനിക്കൊന്ന് ഈ പറഞ്ഞില്ലേ അവരുടെ കൂട്ടത്തിൽ ഇപ്പം ഷീലാമ്മ, ശാരദാമ്മ, ശ്രീവിദ്യ, സുമാരിയമ്മ, എല്ലാവരും
ആരതി ചേച്ചി, പിന്നെ ഇവരൊക്കെ നമുക്ക് ഒരു പിന്നെ ഒരു ജൂനിയർ അല്ലെങ്കിൽ ആ സമയത്ത് വന്ന പുതിയ അവരെല്ലാം ഒപ്പം എന്താ വെച്ചാൽ ഞാൻ നാനയുടെ തന്നെ വേറൊരു പടം ഉണ്ടായിരുന്നില്ല, താളം മനസ്സിന്റെ താളം എന്ന് പറയുന്ന പടത്തിൽ ഞാൻ ജയിൽ കിടക്കുന്ന ഒരു എന്താണ് തടവുപുള്ളി. അപ്പം കിടക്കുന്ന ആളാണ് ജയിലറായിട്ട് നസീർ സാറ്, വൈഫായിട്ട് ഷീലാമ്മയാണ്. അപ്പം അവരുമായിട്ടുള്ള ഇതുണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ള പടങ്ങളും എനിക്ക് അതാ പറഞ്ഞ ആ സമയത്ത് ആർട്ടിസ്റ്റിൻ്റെ കൂടെയും വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ലൈക്ക് ശാരദാമ്മയാണേലും ഉണ്ട്, ഇപ്പം എലിപ്പത്തായത്തില്. അതല്ലാതെ തന്നെ ഉണ്ട്. പിന്നെ അല്ലാതെ അമ്മയായിട്ട് അഭിനയിച്ച ജോഷി സാറിന്റെ കുറച്ച് പടങ്ങളിൽ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം ഷീലാമ്മയുടെ കൂടെ, ഐ മീൻ സീമ ചേച്ചിയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അതല്ലാതെ ആ സമയത്ത് തന്നെ ഉള്ളവരാണെങ്കിലും സുമാരിയമ്മയുടെ കൂടെ കുറേ പടങ്ങൾ, മകളായിട്ടും മരുമകളായിട്ടും അങ്ങനെയുള്ള പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മീനാമ്മയുടെ കൂടെ. അന്നും ഈ മേക്കപ്പ് ഒന്നും ചെയ്യാനൊന്നും താല്പര്യമില്ലായിരുന്നില്ല? അല്ല, വളരെ കുറച്ചേ ചെയ്യാറുള്ളൂ. എന്ന് വെച്ചാൽ അതെന്താന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ എൻ്റെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് അതെ ഒരു സാധാരണക്കാരി അങ്ങനെയൊക്കെ ഉള്ള ഒരു, എൻ്റെ സങ്കല്പത്തിൽ ഒരു സാധാരണക്കാരി എന്ന് പറയുന്നത് കുറേ വേഷം, കുറേ പാൻ കേക്ക് അടിച്ച് നടക്കേണ്ട ആവശ്യമില്ലെന്നാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടെ നാച്ചുറലായിട്ട് നമുക്ക് ക്യാരക്ടർ, കഥയും കഥാപാത്രവും നമ്മൾ പോകുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരു കരഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട ഒരു കുടിലി എന്നുള്ളൊരു പെണ്ണ് വന്ന് കുറേ മേക്കപ്പ് ഇട്ടുണ്ടെന്നാണെന്ന് നമുക്കൊരു അരോചകമായിട്ട് തോന്നില്ലേ. അപ്പം ഞാൻ വിചാരിക്കുന്നത് അത് വളരെ ലൈറ്റായിട്ട് ചെയ്യപ്പോൾ എവിടെ മേക്കപ്പ് എൻ്റെ പറയും വളരെ ചേട്ടാ കുറച്ചിട്ടാൽ മതി എന്നുള്ള മട്ടില്ല. കുറച്ച് ഇടുന്നുള്ളൂ. അപ്പം തോന്നിയിട്ടുണ്ടോ അങ്ങനെയൊക്കെ നല്ല ഒരുങ്ങിയൊക്കെ ചെയ്യണം? അങ്ങനെയുള്ളൊരു ആഗ്രഹങ്ങളൊന്നുമില്ല. എൻ്റെ സിസ്റ്റേഴ്സ് എൻ്റെ അടുത്ത് പറയും, എന്നെ കുമാരി എന്നാണ് വിളിക്കുന്നത്, എൻ്റെ പേര് ജലജ കുമാരി എന്നാണ് അച്ഛനിട്ട പേര്. അപ്പം പറയും, താനൊരു നടിയാന്ന് പറയാനായിട്ട് താൻ ശരിക്കും നടിയാണോ എന്നുള്ള മട്ടിലാന്ന് ഒരു മേക്കപ്പും ഇല്ല, ഒന്നുമില്ല. ഞാൻ പറഞ്ഞു എന്തിനാണ്, അതിപ്പോൾ അഭിനയിക്കാൻ നേരത്തെ നമുക്ക് കുറച്ച് മേക്കപ്പ് ആവശ്യമുണ്ട്, അന്നേരം നമ്മൾ ഇടുന്നു. അല്ലാത്ത സമയത്ത് നമ്മൾ ഇതിട്ടിട്ട് ആരെ കാണിക്കാനാണ്? അതിൻ്റെ ഒരു ആവശ്യമില്ല. സിനിമയുടെ ഏറ്റവും പീക്ക് നിൽക്കുമ്പോഴായിരുന്നു വിവാഹം. അതെ, പ്രകാശ് നായർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ വിവാഹം കഴിക്കുന്നതോടുകൂടി ഇതൊക്കെ നഷ്ടപ്പെട്ടല്ലോ എന്നൊരു ഒരു നഷ്ടമില്ല. എന്ന് വെച്ചാൽ അത്രയും സമയത്തിനുള്ളിൽ ഞാൻ കുറേ കഥാപാത്രങ്ങളും ഇപ്പോൾ പറഞ്ഞ പോലെ സ്റ്റേറ്റ് അവാർഡ് കിട്ടി, ഫിലിം ഫെയർ അവാർഡ് കിട്ടി, അങ്ങനെയൊക്കെയുള്ള അവാർഡ്സ് കിട്ടി. അതല്ലാതെ കുറേ നല്ല കഥാപാത്രങ്ങൾ, ആൾക്കാരുടെ ഹൃദയത്തിൽ ഒരു നല്ല സ്ഥാനം. എവിടെ പോയാലും എനിക്ക് ചേച്ചി എന്നല്ലാതെ ജലജ പോന്നു അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. ജലജ ചേച്ചി, ആ ഒരു റെസ്പെക്റ്റ്, ഒരു ബഹുമാനം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരിത് വന്ന് എന്തായാലും നമ്മളൊരു ഒന്നെങ്കിൽ ഞാൻ കല്യാണം കഴിച്ചിട്ട് നാട്ടിൽ തന്നെ നിൽക്കുമായിരുന്നു, അങ്ങനെ ഒരു ബന്ധം വന്നിരുന്നെങ്കിൽ. ഇതിപ്പോൾ പ്രകാശ് ബഹ്റൈനിലായതുകൊണ്ട് കല്യാണം കഴിച്ച് ബഹ്റൈനിലേക്ക് പോയി. പക്ഷെ അവിടെ പോയപ്പോഴും ആൾക്കാരൊക്കെ കാണാൻ തുടങ്ങുമ്പോൾ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോകും. ഞാൻ സാധാരണ ഒരു വീട്ടമ്മ എന്നുള്ള ഇതിൽ തന്നെയാണ് അവിടെ ജീവിക്കുന്നത്. പിന്നെ എനിക്ക് അമ്മ ഉണ്ടായപ്പോഴത്തേക്കും ഞാൻ അവളുടെ കാര്യങ്ങളിലേക്ക് വെക്കേഷൻ വരും. അപ്പോൾ ഇടയ്ക്ക് വിളി വന്നിട്ടുണ്ടായിരുന്നു അഭിനയിക്കാൻ, പക്ഷെ നമുക്ക് വരാൻ പറ്റില്ല. എന്താ വെച്ചാൽ മോളെ അവിടെ വിട്ടിട്ട് വരാൻ പറ്റില്ല, പ്രകാശിൻ്റെ ജോലി പിന്നെ മോളുടെ സ്കൂളിങ്. അപ്പോൾ വെക്കേഷൻ സമയത്ത് അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ മറ്റു വേരുകൾ സാറിൻ്റെ വേരുകൾ എന്തോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ സിനിമ ഒന്നും ഒരു വലിയൊരു എന്താണ് ഒരു ആഗ്രഹമോ അല്ലെങ്കിൽ അത് നമ്മളെ ഭ്രമിച്ചിട്ടൊന്നുമില്ലല്ലേ? ഇല്ല, പക്ഷേ എനിക്ക് അത്രയും കാലത്ത് ചെയ്തത് പറഞ്ഞാൽ എൻ്റെ ഒരു പ്രൊഫഷൻ എന്നുള്ള മട്ടിൽ ഇപ്പോൾ എനിക്ക് അത്രയും കാലം ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടി, ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരിക്കലും എപ്പോഴും ഞാൻ വിചാരിക്കുന്നത് നമുക്ക് കിട്ടേണ്ടത് നമുക്ക് തരും. ദൈവം നമുക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടും, ബാക്കി ഇല്ലെങ്കിൽ ഇല്ല, അത്രയേ ഉള്ളൂ. നമ്മൾ അങ്ങനെ അച്ഛൻ ഞങ്ങളെ വളർത്തിയിരിക്കുന്നത് അങ്ങനെയാണ്. എപ്പോഴും പറയും മേലോട്ട് നോക്കി ജീവിക്കരുത്, എപ്പോഴും താഴെ നോക്കി ജീവിക്കണം എന്നേ അച്ഛൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പം നമ്മൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് കിട്ടിയില്ല എന്നുള്ളൊരു സങ്കടമോ അങ്ങനെയുള്ളൊരു പ്രശ്നം വരില്ല. അത് നമ്മൾ ഒത്തിരി ആഗ്രഹിക്കുമ്പോഴല്ലേ അങ്ങനെയുള്ള ഒരു വിഷമമോ ഇത് വരും. നമുക്ക് കിട്ടിയ പടങ്ങൾ നമുക്ക് നന്നായി ചെയ്യാൻ പറ്റി, നല്ലൊരു പേര് കിട്ടി, അത്രയും പോരെ. പിന്നെ ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? ഹസ്ബൻഡിന് ഒരു സിനിമ നടിയായ ഭാര്യ കിട്ടിയതിലാണോ അതോ നല്ല ഒരു കുടുംബിനെ കിട്ടിയതിലാണോ സന്തോഷം? അങ്ങനെ ഇപ്പോൾ ചോദിക്കുവാണെങ്കിൽ, അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വെച്ചാൽ ഞാൻ എൻ്റെ റോൾ എന്ന് പറയുന്നത് നടി എന്നുള്ളതിലാണെങ്കിലും, പക്ഷെ ഞാൻ ഒരിക്കലും ഒരു നടിയെപ്പോലെ എവിടെയും പെരുമാറിയിട്ടില്ല. ഞാൻ നടിയാണെങ്കിലും അത് എൻ്റെ ഒരു പ്രൊഫഷൻ. പക്ഷെ അത് കഴിഞ്ഞാൽ ഞാനൊരു സാധാരണ ഒരു ഇപ്പം സുരേഷിൻ്റെ പെങ്ങളോ ചേച്ചിയോ അല്ലെങ്കിൽ വൈഫോ അങ്ങനെയുള്ളൊരു ക്യാരക്ടർ പോലെ ഞാനുള്ളൂ. അപ്പം എല്ലാവർക്കും എന്നെയായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് അവരുടെ അടുത്ത വീട്ടിലൊരു കുട്ടി അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഒരു ചേച്ചി, അനിയത്തി, അങ്ങനെ അവർക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെയുള്ളൂ ഞാനിപ്പോൾ. ഞാൻ കല്യാണം കഴിച്ച് അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഭാര്യയായി, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാൻ തന്നെ. അപ്പം ചിലർ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ചേച്ചിക്ക് കുക്കിംഗ് അറിയുമോ? ഞാൻ പറയും കുക്കിംഗ് കുറച്ചറിയാം. എന്താ വെച്ചാൽ
ഞാൻ വർക്ക് ചെയ്യും സിനിമയ്ക്ക് പോകുമ്പോൾ നമ്മൾക്ക് ഈ 9 to 5 അല്ലല്ലോ ജോബ്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ വീട്ടിൽ വന്ന് ചെയ്യുന്നു. മറ്റേത് നമ്മൾ ഒരു 2 ആഴ്ചത്തേക്ക് പോകണോ അല്ലെങ്കിൽ ഒരു 3 ആഴ്ചത്തേക്ക് പോകണോ, വർക്ക് കഴിഞ്ഞ് വരുന്നു. അപ്പം അമ്മയാണ് മെയിൻ ഞങ്ങളുടെ വീട്ടിലെ കുക്ക്. അപ്പം നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ ഹെൽപ്പേഴ്സേ ഉള്ളൂ, അതിൽ നമ്മൾ അങ്ങ് നിൽക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞിട്ടാണ് പോകാൻ നേരത്തെ അമ്മയുടെ അടുത്തുനിന്ന് റെസിപ്പി ഇപ്പോഴും എൻ്റെ കയ്യിൽ ഡയറി ഉണ്ട്. എല്ലാത്തിൻ്റെയും എന്തൊക്കെ ചേർക്കണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളതെല്ലാം കറികളുടെ എല്ലാം എഴുതി വായിച്ചുകൊണ്ടാണ് പോയത്. പിന്നെ എന്തെങ്കിലും സംശയമുള്ളപ്പോൾ വിളിച്ച് ചോദിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വീട്ടുകാരി എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ജീവിച്ചിട്ടുള്ളത്. അപ്പം ഒരു വർഷത്തിനുള്ളിൽ തന്നെ നല്ലൊരു കുടുംബിനിയായി. അല്ല, അത് ഒരു വർഷത്തിന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു എന്താണ് അറ്റ്മോസ്ഫിയറും ആ ഒരു എൻവയോൺമെൻറ്റ് ആയപ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് അങ്ങ് പോയി. അപ്പോൾ ആ സമയത്ത് അയ്യോ എനിക്ക് സിനിമയില്ലല്ലോ, ഞാൻ സിനിമയിലായിരുന്നു, ഞാൻ അവിടെ പോയേനെ, അങ്ങനെ എനിക്ക് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ എനിക്കങ്ങനെ തോന്നിയിട്ടേ ഇല്ല. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അതൊരു സത്യം പറഞ്ഞാൽ അതൊരു വലിയ മെസ്സേജാണ്. കാരണം ഇന്നത്തെ തലമുറയുടെ ഏറ്റവും വലിയ പ്രതിസന്ധികളിലൊന്ന് അവർ ജീവിക്കുന്ന ഒരു സിനിമയുടെ ലോകമുണ്ട്, ഒരു ഗ്ലാമറിൻ്റെ ലോകം. ആ ഗ്ലാമർ വിട്ട് അവർ പോയി കഴിയുമ്പോൾ ഈ സ്റ്റാറ്റസിന് നിർത്താൻ അവർ ശ്രമം മുഴുവൻ. ഇതിൽ അവർ രക്ഷപ്പെടുന്നവരുണ്ട്. അതിൻ്റെ ഒരു വലിയ ഡിബേറ്റിംഗ് പോയിന്റാണ്. ചില ഇല്ലാത്തവരുണ്ടാവും. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ധാരാളം സഫർ ചെയ്യുന്നു. ഇതൊക്കെ അത്ഭുതമാണ് ശരിക്കും. അവിടെ പോയിട്ട് ഞാനവിടെ സിനിമാ നടിയല്ല, ഞാനവിടെ ഒരു കുടുംബിനിയാകുന്നു എന്നൊക്കെ പറയുന്നതിന്റെ ഒരു ഡൗൺ ടു എർത്ത് ഉണ്ടല്ലോ, അതൊരു ഗ്രേറ്റ് തിങ്സ് ആണത്. അല്ല, എനിക്ക് തോന്നുന്നത് അവർ പാഠമാക്കാവുന്ന ഇന്ന തലമുറയ്ക്ക് പാഠമാക്കാവുന്ന ഒരു വിഷയമാണ്. അപ്പം ഞാൻ ഇതാണ് അവിടെയും എനിക്ക് കിട്ടാവുന്ന സന്തോഷം ഞാൻ അനുഭവിക്കുന്നു എന്നുള്ളതല്ലേ. ഞാൻ പോയി കഴിഞ്ഞിട്ട് മോളുണ്ടായി. അപ്പോൾ മോളുണ്ടായി കഴിഞ്ഞപ്പോൾ പിന്നെ നാച്ചുറലി എനിക്ക് അവളുടെ കാര്യങ്ങൾ നോക്കണം. അവൾ എല്ലാം അപ്പം അമ്മനൊരു 3 വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും പ്ലേ സ്കൂളിൽ വിടുന്നില്ല. ഞാൻ ചോദിച്ചു, ഞാൻ എന്തിനാ പ്ലേ സ്കൂളിൽ വിടേണ്ട ആവശ്യം? ഞാൻ വീട്ടിൽ തന്നെ നിൽക്കുന്ന അമ്മയാണ്, അല്ല ഞാൻ 9 to 5 ജോബ് ചെയ്യുന്ന ഒരു അമ്മയല്ല. ഞാൻ വീട്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ കുട്ടിയെ പഠിപ്പിക്കുകയോ എന്തെങ്കിലും എഴുതുകയോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് വീട്ടിൽ നിന്ന് ചെയ്താൽ പോരെ. അപ്പോൾ എൻ്റെ സമയം എനിക്കുണ്ട്, എൻ്റെ കയ്യിൽ സമയമുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിലെ ജോലികൾ ചെയ്യാനാണേലും ഇപ്പം കുക്കിംഗ് ആണേലും എന്ത് ചെയ്യാനാണെങ്കിലും എനിക്ക് അതിന് സമയം കഴിഞ്ഞിട്ട് എൻ്റെ കുട്ടിയെ നോക്കിക്കൂടെ. അപ്പം എനിക്കതിലൊരു എന്താണ് എൻ്റെ കുട്ടിയെ അവിടെ കൊണ്ടുവിടണം അങ്ങനെയുള്ള ഇതിൽ ഇല്ല, തീർച്ചയായിട്ടും ഞാൻ അത് ചെയ്തിട്ടില്ല. ഈ കുട്ടികൾ അമ്മ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ദേവി അപ്പം ദേവി വേറൊരു കുട്ടി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അത് ആഗ്രഹിച്ചിരുന്നു. ഈ പറഞ്ഞ പോലെ ഞങ്ങൾ 6 പേരാണ്. ഞാൻ കുടുംബം എന്ന് പറയാം, എനിക്ക് എൻ്റെ സിബ്ലിങ്സും ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഞങ്ങൾ 6 പേരാണ്. അപ്പം എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ദൈവം ഒന്നേ തന്നുള്ളൂ. പക്ഷെ അതിനും ഞാൻ നന്ദിയുള്ളതാണ്, ഒന്നെങ്കിലും തന്നല്ലോ. അത് എത്രയോ പേരുണ്ട്. അപ്പം അങ്ങനെയും ദൈവത്തിൻ്റെ അനുഗ്രഹം ഒരെണ്ണം കിട്ടി, വളരെ സന്തോഷം. നല്ലൊരു കുക്കായിരുന്നു. അല്ല, നല്ലൊരു കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറയുവാണെങ്കിൽ അങ്ങനെയാണ്. അതല്ലാതെ തന്നെ കുക്കിംഗ് ഇഷ്ടം വീട്ടിലെ കാര്യങ്ങൾ എല്ലാ ദിവസവും നമ്മൾ ചെയ്യണമല്ലോ, ഇപ്പം നോർമലി ചെയ്യണം എന്നുള്ള ഇതിൽ. അപ്പം അതല്ലാതെ അമ്മുവിൻ്റെ സ്കൂളിൽ ഒരു പറഞ്ഞല്ലോ ഒരു ബ്രിട്ടീഷ് സ്കൂളാണ് മോള് പഠിച്ചത്. അപ്പോൾ അവിടെ 40-45ഓളം നാഷണാലിറ്റീസ് ഉണ്ട്. അപ്പം ലോകത്തിലെ പല സ്ഥലത്തും ഇങ്ങനെ ഒരു ഇന്റർനാഷണൽ സ്കൂൾ ആയതുകൊണ്ട് നമുക്കുള്ള ഒരു എനിക്ക് കിട്ടിയ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് തന്നെ ഞാൻ പറയും. അമ്മുവിന് ഇന്റർനാഷണൽ ഫ്രണ്ട്സിനെ കിട്ടി, എനിക്ക് അവളുടെ അമ്മമാർ കിട്ടി. അത് ഇന്റർനാഷണൽ ആയിട്ടുള്ള ഈ അമ്മമാരെന്ന് പറയുമ്പോൾ വേറൊരു കാര്യമുള്ള, ഇപ്പം എനിക്ക് കുക്കിങ്ങിനോട് കൂടുതൽ താല്പര്യം എന്ന് പറയാനായിട്ട് ഒരു കാര്യം, അമ്മു നല്ലൊരു ഫുഡിയാണ്, ഭയങ്കര ഇഷ്ടമാണ് പലതരം ഫുഡും. അവൾക്ക് കുക്ക് ചെയ്യാനും അവൾക്കറിയാം, അല്ലാതെ തന്നെ അവൾക്കത് എക്സ്പെരിമെൻറ്റ് ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾ എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ വന്നിട്ട് പറയാം, അമ്മ ആ നല്ല ഫുഡായിരുന്നു, അമ്മ റെസിപ്പി വാങ്ങിക്കും, അങ്ങനെ പറയുന്ന കുട്ടിയാണ്. മറ്റേ കുട്ടികൾ അപ്പം ഞാനത് ബാക്കി എല്ലാ കുട്ടികളും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവർക്ക് കിട്ടുന്നത് കഴിക്കും, തീർന്നു. ഇവളങ്ങനെയല്ല, അവൾക്കത് അറിയണം, എന്താണ് അത് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് നമ്മളത് ഇപ്പം എൻ്റെ കുട്ടിക്ക് അത് ആഗ്രഹം ഉണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം, ചെയ്യണം എന്നുള്ള ആഗ്രഹം. അപ്പം അത് എന്നെ വന്ന് കൂടുതൽ ഒരു എന്താണ് എൻ്റെ കുക്കിംഗ് എന്ന് പറയുന്നത് വലിയ ലോകത്തിലേക്ക് മാറി. ശരിക്കും പറയാം, എൻ്റെ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ തഴി എന്നുള്ള എൻ്റെ അമ്മ പഠിപ്പിച്ച കുക്കിംഗാണ്, നാടൻ ഭക്ഷണം. അത് തന്നെയാണ് എൻ്റെ വീട്ടിൽ വെക്കുന്നത്. അപ്പോൾ എല്ലാവരും ചോദിച്ചു, ബ്രിട്ടീഷ് സ്കൂളിൽ പോകുന്ന കുട്ടി ഇതൊക്കെ കഴിക്കും? അപ്പോൾ ഞാൻ പറയും, കൂമ്പ്, പിണ്ടി, കൂർക്ക, ചേന, ഇതൊക്കെ വളരെ ഇഷ്ടമുള്ള കുട്ടിയാണ്. അതാണല്ലോ ഒരു ഹൈലൈറ്റ്, അതാണല്ലോ ഇവിടുന്ന് നല്ല സാധനങ്ങളല്ലേ അവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ എൻ്റെ അമ്മ അവിടെ വന്നപ്പോൾ 2-3 പ്രാവശ്യം വന്നപ്പോൾ പറയാം, നിങ്ങൾക്കാണ് നല്ല സാധനങ്ങൾ, നമ്മളിവിടെ ഒരു പിണ്ടി കിട്ടാനായിട്ട് നോക്കുമ്പോഴത്തേക്കും ഉള്ള പിണ്ടിയൊക്കെ അങ്ങോട്ടാണ് പോണേന്ന്. അപ്പോൾ അമ്മുവിന് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്.
അപ്പോൾ അങ്ങനെയുള്ള ഫുഡാണ് എല്ലാ ദിവസവും നമ്മൾക്ക് ഇപ്പോൾ രാവിലെ ദോശ ഇഡ്ഡലി അല്ലെങ്കിൽ സ്കൂളിൽ പോകാനായിട്ട് അങ്ങനെയുള്ള ഫുഡ്. പക്ഷേ ഉച്ചയ്ക്ക് ഊണ് നമ്മൾക്ക് ഇത് തന്നെയാണ്. അപ്പോൾ രാത്രി ദോശയോ ഇഡ്ഡലിയോ ചപ്പാത്തിയോ ഇടിയപ്പോ അത് റൊട്ടീൻ, അത് മാറ്റമൊന്നുമില്ല. ഏറ്റവും ഫേവറേറ്റ് ഡിഷ് ഏതാണ്? നല്ല എല്ലാവരും പൊതുവെ എൻജോയ് ചെയ്യുന്നതെന്ന് പറയാനായിട്ട് എല്ലാം ഈ പറഞ്ഞ പോലെ ഞങ്ങൾ എല്ലാവരും ഫുഡീസ് ആയതുകൊണ്ട് എവിടെ പോകണമെങ്കിലും ഇപ്പോൾ മെക്സിക്കോയിൽ പോയാൽ മെക്സിക്കൻ ഫുഡ് നമുക്ക് ഇഷ്ടമാണ്, ഇറ്റാലിയൻ ഫുഡ് ഇഷ്ടമാണ്, ചൈനീസ് ആണെങ്കിൽ ചൈനീസ്. അപ്പോൾ അതിലൊരു ഒന്നുമില്ല, എല്ലാം നമ്മൾ എൻജോയ് ഭക്ഷണം ഏതാണേലും നമ്മൾ കഴിക്കും. എവിടെ പോയാലും നമ്മളത് ട്രൈ ചെയ്യാനായിട്ട് നോക്കും. ഇപ്പോൾ അമ്മ ആണെങ്കിലും ചില സമയത്ത് കോവിഡിൻ്റെ സമയത്തായിരുന്നു അവൾ നല്ല കുക്ക്. എന്ന് വെച്ചാൽ ഓരോ റെസിപ്പി നോക്കിയിട്ട് ഓരോ ആഴ്ചയിലും നമുക്ക് എന്നുവെച്ചാൽ നമ്മൾ എവിടെയും പോകുന്നില്ല, ഇവിടെ തന്നെയല്ലേ നിൽക്കുന്നത്. പലതരം ഫുഡുകൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഫുഡി ആയിട്ടുള്ള ഒരാൾ എങ്ങനെയാണ് ഈ ശരീരമൊക്കെ ഇങ്ങനെ? ഞാൻ വയസ്സ് പറയുന്നില്ല കേട്ടോ, വയസ്സ് ആളുകൾക്ക് ഗസ് ചെയ്തോട്ടെ. അയ്യോ അങ്ങനെ ഇല്ലല്ലോ, അതെ ഇത്രയും വർഷമായില്ല. മെയിൻ ആയിട്ടെന്ന് പറയാനായിട്ട് നമ്മൾ എന്ത് ഭക്ഷണം 40 വർഷം കഴിഞ്ഞില്ലേ? പിന്നെ അപ്പം വയസ്സും പ്രായമൊക്കെ ഉണ്ട്, ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പറഞ്ഞ പോലെ നമ്മളെല്ലാം കഴിക്കും, നമ്മൾ റെസ്ട്രിക്ഷൻസ് വെക്കുന്നില്ല. പക്ഷേ നമ്മൾ അതിലെല്ലാം നമ്മൾ ഹെൽത്തി ഓപ്ഷൻസ് നോക്കണം, അതൊന്ന്. പിന്നെ നമ്മൾ ഇപ്പം പണ്ടത്തെ ആൾക്കാരെ പോലെയല്ല, നമ്മൾ എല്ലാം ഇരുന്ന് ഇപ്പം മിക്സി അരപ്പും ഇതൊന്നും ഇല്ല നമുക്ക്. അപ്പോൾ എല്ലാം മിക്സി അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾക്ക് വർക്ക് കുറവാണ്. അപ്പോൾ അതെല്ലാം നോക്കുമ്പോഴത്തേക്കും നമ്മൾ കഴിക്കുന്ന പോർഷൻസ് നമ്മൾ കുറയ്ക്കുക, കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് കഴിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ക്യൂസീനൊക്കെ നമ്മൾ എല്ലാ ദിവസവും ഉണ്ടാക്കുന്ന ഈ കേക്കൊക്കെ ഉണ്ടാക്കുന്ന പറഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും ഉണ്ടാക്കും വല്ലപ്പോഴും. അപ്പോൾ അമ്മ പറയും കൂടുതൽ അമ്മ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ കഴിക്കും, അതുകൊണ്ടുണ്ടാക്കും. ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കുന്നില്ല. ഒരു സൗത്ത് ആഫ്രിക്കൻ ലേഡിയുടെ ഒരു ഡെസേർട്ടുണ്ട്, ഭയങ്കര ടേസ്റ്റിയാണത്. അപ്പം അത് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ പറയും അമ്മു ഗസ്റ്റ് വരുമ്പോൾ ഉണ്ടാക്കുക. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഡിഷ് ഇത്രയും ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു 10 പേരുണ്ടെങ്കിൽ അവർ കഴിക്കുമ്പോൾ നമ്മൾക്ക് കുറച്ച് പോർഷൻ നമ്മൾ വരുവുള്ളൂ. മറ്റേത് അങ്ങനെയല്ല, നമ്മളുണ്ടാക്കി ഇത്രയും പാത്രമാകുമ്പോൾ നമ്മൾ തന്നെ ഇരുന്ന് ഇത് കഴിച്ചുകൊണ്ടിരിക്കും, നമ്മുടെ ശരീരത്തിലേക്ക് ഇത് പോകും. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ നോക്കിയിട്ട് അങ്ങ് പോകും. പിന്നെ യോഗയുണ്ട്, യോഗ ചെയ്യും. വർക്കൗട്ട് അങ്ങനെ പോയില്ല, യോഗയാണല്ലോ എന്താണ് നമ്മുടെ ഹോൾ ബോഡി സിസ്റ്റത്തിന് ഏറ്റവും നല്ലത് യോഗയാണല്ലോ. ബ്രീതിങ് എക്സസൈസും എല്ലാം ഉണ്ടല്ലോ. യോഗ ഇപ്പോൾ തുടങ്ങിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു 10-15 വർഷമായി. പക്ഷേ ഇടയ്ക്ക് മുടങ്ങും. ചിലപ്പോൾ ഒരു മുടക്കം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ യാത്ര അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ട്രാവലിംഗ് ഇത് വരുമ്പോഴത്തേക്കും നമ്മൾ അങ്ങ് മുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ തുടങ്ങും. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഇപ്പോൾ എനിക്ക് ഷോൾഡറിന് ഒരു പെയിൻ വന്നു, അപ്പം അതൊരു എക്സ്ക്യൂസ് അല്ല, പക്ഷെ നമ്മൾ എക്സ്ക്യൂസ് ആക്കും. അപ്പം അല്ലെങ്കിൽ രാത്രി സെക്കൻഡ് ജോലിക്ക് പോയി ചെന്നാൽ ഒന്ന് താമസിച്ചു. ഇപ്പോൾ രാവിലെ 6 മണിക്ക് അപ്പം ടീച്ചറിൻ്റെ അടുത്ത് പോയി ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഓൺലൈൻ ആയതുകൊണ്ട് സന്തോഷം, വളരെ സന്തോഷം. വേഗം അങ്ങ് കയറി ചെയ്താൽ മതിയല്ലോ. അപ്പം നമ്മുടെ എപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യും, നമ്മുടെ കൂടെ നിൽക്കേണ്ട നമ്മുടെ ഹസ്ബൻഡ്, നമ്മുടെ അദ്ദേഹം എങ്ങനെയാണ് നമ്മളെ ഏത് രീതിയിലൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? പ്രകാശ് നല്ല രീതിയിൽ തന്നെയാണ്. എന്താ വെച്ചാൽ ഇപ്പം അഭിനയിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ അവിടെ പോയപ്പോൾ എന്തെങ്കിലും നല്ല റോൾസ് വരുവാണെങ്കിൽ പോയി ചെയ്തോളൂ, അതിൽ അങ്ങനെയുള്ളൊരു പ്രശ്നമില്ല. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് കുറേ ഓഫേഴ്സ് വരുവാണെങ്കിൽ എനിക്ക് ചിലപ്പം ഞാൻ പറയുന്നത് ഇപ്പോൾ എല്ലാം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. നല്ല വേഷം, ഒരു സ്റ്റാൻഡിങ് ഔട്ട് ആയിട്ടുള്ളത് ഇപ്പം നമ്മൾ ത്രൂ ഔട്ട് ഒരു ഹീറോയിൻ എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ എന്നാലും കിട്ടുന്ന ഒരു വേഷം, ഒരു ഇമ്പോർട്ടൻസ് ഉള്ള ഒരു വേഷമാണെങ്കിൽ ചെറുതാണെങ്കിലും ഈ പറഞ്ഞ മാലികയിലെ ഗംഭീര വേഷം. അതെ, അപ്പൊ അതുപോലെ അപ്പൊ അത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും നല്ല അങ്ങനത്തെ ഒരു വേഷം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാൻ. അവിടെ വെച്ചാണ് എനിക്ക് ഭഗത് ഫാസിലിനെ കാണുന്നത്, ഭഗത്തിന്റെ അമ്മയായിട്ടാണ്. അതെ, ആദ്യമായിട്ടാണ് കാണുന്നത്. എങ്ങനെയായിരുന്നു ഇന്നത്തെ തലമുറ സിനിമകള്? ഭയങ്കര റെസ്പെക്ട് ഉള്ള പിള്ളേരാണ്. ഞാൻ ഇപ്പൊ ഫഹദിനെ കണ്ടു, നിമിഷയെ കണ്ടു എന്നൊക്കെ പറഞ്ഞുവല്ലോ. അപ്പൊ അത് വർക്കിനൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ടാലന്റഡ് ആയിട്ടുള്ള ഒരു പുതിയ ജനറേഷൻ തന്നെ നമുക്കുണ്ട്. അപ്പം അവരുടെ കൂടെ വർക്ക് ചെയ്യാനെന്ന് പറയുമ്പോഴത്തേക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. എന്തെങ്കിലും സിനിമ സംബന്ധിയായിട്ട് എന്തെങ്കിലും സ്വപ്നങ്ങളുണ്ടോ? നാളെ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ ഇന്നയാളുടെ മോഹൻലാലിനോടൊപ്പം അല്ല രജനീകാന്തിനോടൊപ്പം അഭിനയിക്കണം, അങ്ങനെ ഇതൊക്കെ നമ്മുടെ സ്വകാര്യ ആഗ്രഹങ്ങളാണ്. ഇല്ല, അങ്ങനെയുള്ള ഞാൻ പറഞ്ഞില്ല, അങ്ങനെയുള്ള നമ്മൾ ആഗ്രഹിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് വിഷമമാകും. ഇത് കിട്ടുവാണെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് കിട്ടുവാണെങ്കിൽ സന്തോഷമുള്ള കാര്യമല്ലേ. തീർച്ചയായിട്ടും ജീവിതത്തിലും ആ സമാധാനവും സന്തോഷവും ഇനിയുള്ള നാളുകളിലും ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. ഗംഭീരമാവട്ടെ, എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാവട്ടെ. മോളും താങ്ക് യു സോ മച്ച്. അതെ, മോളുടെ ആണ് ഇനി
നല്ല കുറച്ച് വേഷങ്ങൾ കിട്ടി. അവൾക്ക് അതാണ് അവളുടെ പാഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അവളുടെ ആഗ്രഹങ്ങൾ നടക്കട്ടെ എന്നാണ്. ഇനി എൻ്റെ ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക്, നമ്മളുടെ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്കല്ല, ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് മകൾ വന്ന് നല്ല ഇതിൽ വരട്ടെ എന്നുള്ള ഒരു ആഗ്രഹമേ ഉള്ളൂ ഇനി.